وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ആയത്ത് 63. وَإِذْ أَخَذْنَا مِيثَاقَكُمْ, നിങ്ങളിൽ നിന്നും നാം കരാർ വാങ്ങിയ സന്ദർഭം അനുസ്മരിക്കുക. وَرَفَعْنَا فَوْقَكُمُ الطُّورَ, നിങ്ങളുടെ മീതെ തൂരിസീന പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിച്ചു. خذوا ما آتيناكم بقوة, എന്നിട്ട് നാം പറഞ്ഞു, നാം നിങ്ങൾക്ക് നൽകുന്നത് ശക്തിയോടെ മുറുകെ പിടിക്കുക. واذكروا ما فيه لعلكم تتقون, അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുസ്മരിക്കുക, നിങ്ങൾ ഭയഭക്തരായി തീരുന്നതാണ്. ثم توليتم من بعد ذلك, ഇതിനുശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. فلولا فضل الله عليكم ورحمته لكنتم من الخاسرين, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചവരിൽ പെടുമായിരുന്നു. അല്ലാഹു തആല ഈ ആയത്തിൽ ഇസ്രായേൽ സന്തതികളുടെ ഗുരുതരമായൊരു പാപമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗറാത്ത് എന്ന വിശുദ്ധ ഗ്രന്ഥം നൽകി. അതിൽ പടച്ചവന്റെ വിധിവിലക്കുകൾ ധാരാളമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, മറ്റൊന്ന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഒരു രോഗിയോട് വൈദ്യൻ പറയുന്ന നിർദ്ദേശങ്ങൾ ഈ രണ്ട് രീതിയിൽ തന്നെയാണ്. ചിലത് രോഗിക്ക് ഇഷ്ടപ്പെടും, ചിലത് രോഗിക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെടുകയില്ലെങ്കിലും വൈദ്യൻ പറയുന്നതാണ് ശരി, അതിലാണ് എന്റെ വിജയം എന്ന് മനസ്സിലാക്കുന്ന രോഗി അത് സന്തോഷത്തോടെ സ്വീകരിക്കും. വിശുദ്ധ വേദം പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള ഉറപ്പായ സന്ദേശങ്ങളാണ്. അതിലൂടെ വിജയം തീർച്ചയാണ്. എന്നാൽ മനസ്സിന് ഇണങ്ങാത്ത ചില വിധിവിലക്കുകൾ കണ്ട് അവർ പിന്മാറി. ഈ സമയത്ത് പടച്ചതമ്പുരാൻ അവരുടെ മേൽ തൂർസീന പർവ്വതത്തെ ഉയർത്തി ഇത് സ്വീകരിക്കണമെന്ന് കൽപ്പിച്ചു. ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക,
ഇതിലുള്ള കാര്യങ്ങൾ നിരന്തരം അനുസ്മരിക്കുക എന്ന് പടച്ചവൻ കൽപ്പിച്ചു. അവർ അത് പാലിച്ചുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ثُمَّ تَوَلَّيْتُم مِّن بَعْدِ ذَلِكَ ശേഷം ഈ കരാറ് ചെയ്തിട്ടും അവർ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു കളഞ്ഞു. അവരാ കൽപ്പനകൾ, വിധിവിലക്കുകൾ പാലിക്കാൻ തയ്യാറായില്ല. പടച്ചവൻ പറയുന്നു, അടിമകളെ ഉടനടി ശിക്ഷിക്കുകയില്ല എന്ന പടച്ചവന്റെ അപാരമായ ഔദാര്യവും കാരുണ്യവും കാരണമായിട്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ വലിയ നഷ്ടവാളികളാകുമായിരുന്നു. ഇതേ കൽപ്പന നാം മുസ്ലിം സമുദായത്തോടും പരിശുദ്ധ ഖുർആനിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പടച്ചവൻ നൽകിയിരിക്കുന്നു. നാം എല്ലാവരും അത് പാലിച്ചുകൊള്ളാമെന്ന് കരാറും ചെയ്തിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് വളരെ വ്യക്തവും ശക്തവുമായ കരാറാണ്. അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പരിപൂർണമായി മാനിക്കുകയും പാലിക്കുകയും ചെയ്യുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതാണ്. ഈ കരാർ നമ്മൾ ചെയ്തു, പക്ഷേ എത്രമാത്രം പാലിക്കുന്നു? وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ നിങ്ങളിൽ നിന്നും നാം കരാർ വാങ്ങി. കരാർ ബലപ്പെടുത്തുന്നതിന് തൂരുസീന പർവ്വതത്തെ നിങ്ങളുടെ മേൽ ഉയർത്തി. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു ഉണർത്തലും സ്നേഹവും ഗൗരവവും അടങ്ങിയ ഒരു ഉത്ബോധനവുമാണ് ദിവസവും 5 നേരമുള്ള ബാങ്കിലൂടെ പടച്ചവൻ നമുക്ക് നൽകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവൻ ഏറ്റവും വലിയവൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ ആരാധിക്കിൻ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാം. ഹയ്യ അലസ് സ്വലാഹ്. നമസ്കാരം, അതിലേക്ക് വരിൻ. പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിക്കാൻ മുന്നോട്ട് വരിൻ. ഹയ്യ അലൽ ഫലാഹ്. ഇരുലോക വിജയം കരസ്ഥമാക്കിൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവൻ, വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ. സമ്പൂർണമായ ഈ ക്ഷണത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. പടച്ചവൻ നമ്മിൽ നിന്നും കരാർ വാങ്ങി. ഖുദൂ മാ ആതൈനാകും ബിഖുവ. നാം നിങ്ങൾക്ക് നൽകിയത് ശക്തിയോടുകൂടി മുറുകെ പിടിക്കുക. പരിശുദ്ധ ഗ്രന്ഥം ശക്തിയോടുകൂടി മുറുകെ പിടിക്കുക. ആദരവോടുകൂടി സ്വീകരിക്കണം. നല്ല നിലയിൽ പാരായണം ചെയ്യണം. അതിനെ മനസ്സിലാക്കണം. അതിന്റെ സന്ദേശങ്ങൾ പകർത്തണം, പ്രചരിപ്പിക്കണം. വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ.
അതിന്റെ സന്ദേശങ്ങൾ നിരന്തരം അനുസ്മരിച്ചുകൊണ്ടിരിക്കണം. പടച്ചവൻ നൽകിയ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ, അതിന്റെ വിശദീകരണമായ ഹദീസ്, പ്രവാചക മഹച്ചരിതം നിരന്തരം പാരായണം ചെയ്യേണ്ടതാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്ന അല്ലാഹുവിന്റെ വചനങ്ങളും പ്രവാചക സന്ദേശങ്ങളും നിരന്തരം നിങ്ങൾ അനുസ്മരിക്കുക. ലഅല്ലകും തത്തഖൂൻ, എന്നാൽ നിങ്ങൾ ഭയഭക്തരായിത്തീരും. പടച്ചവനോടുള്ള സ്നേഹം, പടച്ചവനോടുള്ള ആദരവ് നിങ്ങളുടെ മനസ്സിൽ ശക്തമാകും. നിങ്ങളുടെ ജീവിതയാത്ര മംഗളകരമാകും, സഫലമാകും. ثم توليتم من بعد ذلك, എന്നാൽ ഈ കരാറിന് ശേഷം ഇടയ്ക്കിടെ പിശാചിന്റെ പ്രേരണ നിമിത്തം, മനസ്സിന്റെ സമ്മർദ്ദം കൊണ്ട്, സാഹചര്യത്തിന്റെ തള്ളല് കാരണം നിങ്ങൾ പലപ്പോഴും ഇതിൽ നിന്നും പിന്മാറുന്നു. അല്ലാഹു പറയുന്നു, فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. പടച്ചവന്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടവാളികളാകുമായിരുന്നു. പടച്ചവന്റെ ഇതേ സമീപനമാണ് മുസ്ലിം സമുദായത്തോടും പടച്ചവൻ പുലർത്തുന്നത്. പരിശുദ്ധ ഖുർആനിനോട് നാം സ്വീകരിച്ച സമീപനത്തെ അല്ലാഹു ശക്തമായി വിലയിരുത്തിയിരുന്നെങ്കിൽ നാം എല്ലാവരും തകർന്നു പോകുമായിരുന്നു. ഒരു ദിവസം എത്രയോ മണിക്കൂറുകളിൽ പത്രങ്ങളും ടിവികളും ഇന്നത്തെ കാലഘട്ടത്തിൽ വാട്സപ്പും ഇന്റർനെറ്റുമായിട്ടിരിക്കുന്ന നമ്മൾ എത്ര സമയം പരിശുദ്ധ ഖുർആനുമായി, പ്രവാചക മഹച്ചരിതവുമായി ഇരിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. നമ്മളുടെ വീടുകളിലെ ഖുർആനുകളും പ്രവാചക ചരിത്രങ്ങളും പൊടിപിടിച്ച് കിടക്കുകയല്ലേ. നമ്മളെ മൊബൈലുകൾ നമ്മളെപ്പോഴും പൊടിതൂത്ത്, അതിലൊരൽപ്പം അഴുക്ക് വന്നാൽ ഉടനെ തുടച്ച് വൃത്തിയാക്കി നിരന്തരം അതിൽ വേണ്ടാത്തതും അനാവശ്യങ്ങളുമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? പക്ഷെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് പടച്ചവൻ ശിക്ഷിക്കാത്തതാണ്. കൂടെ കൂടെ അള്ളാഹു ഉണർത്തുന്നു, നിങ്ങൾ നന്നാകിൻ, ഉണരിൻ, ജീവിതത്തെ പാഴാക്കാതിരിക്കിൻ, നന്നാകിൻ. നാം എല്ലാവരും തീരുമാനമെടുക്കിൻ. പരിശുദ്ധ ഖുർആനുമായി, പ്രവാചക മഹച്ചരിതവുമായി നിരന്തരം ബന്ധപ്പെടും. കുറഞ്ഞപക്ഷം ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഖുർആനിന് വേണ്ടി, പ്രവാചക മഹച്ചരിതത്തിന് വേണ്ടി മാറ്റിവെക്കിൻ. അതിന്റെ തണലിലായി കഴിഞ്ഞുകൂടിൻ. എന്നിട്ട് പടച്ചവനോട് പാപമോചനം തേടി ജീവിതത്തെ നന്നാക്കിക്കൊണ്ടിരിക്കിൻ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ واذكروا ما فيه لعلكم تتقون. തത്തഖൂൻ നിർത്തുന്ന സമയത്ത് നീട്ടുകയും വേണം, നല്ല നിലയിൽ നിർത്തുകയും വേണം. സാധാരണ നമ്മൾ മലയാളികൾ തത്തഖൂൻ എന്ന് വാവിന്റെ ശബ്ദം വരാറുണ്ട്. നല്ല നിലയിൽ ഓതണം. വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين.
ഖാസിരീൻ. ശ്രദ്ധിച്ചോദനം, അല്ലെങ്കിൽ ഖാസിരിയാൻ എന്നായി പോകും. ലകുന്തും മിനൽ ഖാസിരീൻ.